ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തൃശ്ശൂരില് നമുക്കറിയാം, ഓണത്തിന് ശേഷം അവര് പുലിക്കളി അവതരിപ്പിക്കും. പുലിയുടെ വേഷം കെട്ടിയിട്ട് കുറച്ച് വയറൊക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ ചാടിയിട്ട് മുഖത്ത് പുലിയുടെ ഒരു മുഖംമൂടിയെല്ലാം അണിഞ്ഞിട്ട് പുലിവേഷം കെട്ടിയിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന കാണാം. ഒപ്പം നല്ല കൊട്ടുകാരുടെ കൊട്ടുകളും എല്ലാം കേൾക്കാം. സോ അത് കാണാൻ വേണ്ടിയിട്ടാണ് മെല്ലെ നമ്മളെ തൃശ്ശൂര് വടക്കുന്നാഥൻ ക്ഷേത്രത്തിന് അടുത്ത് വന്നത്. ഇപ്പൊ ഇവിടെ പാറമേക്കാവ് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡില്, റൈറ്റ് സൈഡില് നമ്മളുടെ റൗണ്ടാണ്. റൗണ്ടിനകത്ത് മെയിൻ റോഡിലാണ് ഈ പറയുന്ന പരിപാടികളെല്ലാം നടക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ വന്നപ്പോ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് നമ്മളുടെ ലോറികൾ, അതുപോലെ വലിയ വാഹനത്തിന്റെ മുകളില് ഇതുപോലെ ചെറിയ പ്ലോട്ടുകളായിട്ട് കെട്ടിയിട്ട് രാമായണമോ അല്ലെങ്കിൽ മഹാഭാരതത്തിലെ വേഷങ്ങളെല്ലാം കെട്ടിയിട്ട് ആളുകൾ ഇതുപോലെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ സൈഡിലൊരു പുലീനെ കാണാനുണ്ട്. അതുപോലെ നമ്മള് ഭഗവാൻ ഭഗവതിമാരുടെ എല്ലാം ഒരു ചെറിയ പതിപ്പ് പോലെ അവർ കാണിച്ചിട്ട് ഇതുപോലെ പോകുന്നുണ്ട്. സോ മുന്നില് ചെറിയ കൊട്ടും മേളമൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിന് പിന്നാലെയായിട്ട് ഇതുപോലെ ഒരു വണ്ടിയില് നല്ല അടിപൊളിയായിട്ട് പ്ലോട്ടുകളായിട്ട് ഇതുപോലെ പോകുന്ന കാണാം. ഇപ്പൊ നമ്മള് റിപ്പബ്ലിക് ഡേ ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അതായത് ഓരോ സംസ്ഥാനവും ഇതുപോലെയുള്ള ഓരോ വേഷങ്ങളൊക്കെ കാണിച്ചിട്ട് ഒരു വണ്ടിയുടെ പിറകിൽ ഇങ്ങനെ പോകുന്ന കാണാം. സോ അതുപോലെ തന്നെയാണ് ഏകദേശം. അപ്പൊ അതിന് ഫസ്റ്റിലെ വണ്ടി കഴിഞ്ഞതിന് ശേഷം മെല്ലെ വേറൊരു വണ്ടി വന്നു. പക്ഷെ വേറൊരു വണ്ടിക്ക് പോകാൻ സാധിക്കുന്നില്ല, കാരണം മുകളിലെ ഇലക്ട്രിക് വയർ ഏകദേശം തട്ടി നിൽക്കുന്നുണ്ട്. ഒരു പോലീസുകാരനും എല്ലാം അത് പൊക്കിയിട്ട് അത് കവർ ചെയ്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ആ വണ്ടി അവിടെ മെല്ലെ സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പൊ എങ്ങനെയൊക്കെയോ മെല്ലെ അവിടുന്ന് അത് താഴ്ത്തിയിട്ട് മെല്ലെ രക്ഷപ്പെട്ടു. വണ്ടി മൂവ് ചെയ്യുന്നപ്പോ കാണാൻ സാധിക്കും. ഇവിടെ വളരെ മനോഹരമായിട്ട് ഓരോ കാര്യങ്ങളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പുലിയുടെ ഡാൻസ് നമുക്ക് കാണാൻ സാധിക്കും. പുലിക്കളി നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കും. വയറുള്ള ആളുകൾ ഇതുപോലെ പുലിവേഷം എല്ലാം കെട്ടിയിട്ട് നല്ല രീതിയിൽ ആടുന്ന, ഇവിടെ കൊട്ടെല്ലാം കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് പുലികള് അത് കൊട്ടിനനുസരിച്ച് താളത്തിനനുസരിച്ചിട്ട് ഡാൻസ് ചെയ്യുന്നത് കാണാം. സോ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആദ്യമായിട്ട് കാണാൻ പോകുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എസ്പെഷ്യലി ബാക്കിൽ ഒരു വളരെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഉണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ റൗണ്ടിലേക്ക് മെല്ലെ ഇറങ്ങി. സോ റൗണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ കച്ചവട സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കൊടന്നു വെച്ചിട്ടുണ്ട്. സോ ഏകദേശം ഒരു മിനി പൂരം എന്ന് പറയാൻ പറ്റും, കാരണം അത്രയും ആളുകൾ വന്നിട്ടുണ്ട്. സൈഡിലൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഐസ്ക്രീം, അതുപോലെ ബലൂണ്, ചട്ടി, പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ കൈ നോക്കുന്ന ചേച്ചിമാര്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാമായിരുന്നു. ഇപ്പൊ മെല്ലെ നമ്മൾ ഇതിന്റെ സൈഡിലൂടെ നടക്കാൻ തുടങ്ങി. സോ സൈഡിലായിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ വിൽക്കുന്നത് കാണാം. ഇപ്പൊ പൊട്ട്, കമ്മല്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. സൈഡിൽ നമുക്ക് ചട്ടികൾ കാണാൻ സാധിക്കും. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറെ ചെറിയ ചെറിയ ഐറ്റംസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇവിടെ കത്തി, മടാള്, അതുപോലെയുള്ള എക്യുപ്മെന്റ്സ് എല്ലാം വിൽക്കുന്നുണ്ട്. ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലൈറ്റ്, അങ്ങനത്തെ കുറെ സെറ്റപ്പുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മൊബൈൽ കവർ, ടെമ്പേർഡ് ഗ്ലാസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് പോകുന്ന സമയത്ത് ഒരു ചെറിയ ടെമ്പേർഡ് ഗ്ലാസ് സംഘടിപ്പിച്ച് 70 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറെ ഡ്രസ്സുകള്, നമ്മളുടെ മുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വഴിക്ക് വന്ന സമയത്താണ് നമ്മൾക്ക് പാറമേക്കാവ് ഭഗവതിയുടെ അവിടെ ഒരു വലിയ നമ്മളെ പൂർണ്ണചന്ദ്രൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ദൃശ്യം കണ്ടു. സോ മെല്ലെ പകർത്തിയതിനു ശേഷം സൈഡിലോട്ട് നോക്കുമ്പോഴാണ് ഒരു വളരെ നീല നിറത്തിലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ചെറിയൊരു മിനിയേച്ചർ പോലെയുള്ള ഒരു ഇത് വന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ
ഒരു വണ്ടിയുടെ മുകളിൽ വലിയ സെറ്റപ്പുകളാക്കി ലൈറ്റ് എല്ലാം ഇട്ടിട്ട് രാമായണം മഹാഭാരതം പോലെയുള്ള കഥകളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പോസ്, അതാണ് അവര് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അത്ര